Hi guys, welcome back to another vlog. Where are we going, Mia? To go to, I don't know. We are going to the Indian store and Indian Asian store. Alle Sidhu? Indian store and Asian store. We are coming. അപ്പം ഞങ്ങൾ വീക്കെൻഡായിട്ട് ഓണം അല്ലേ അടുത്ത ആഴ്ച അപ്പോൾ ഇവിടുത്തെ മലയാളി സ്റ്റോറിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഏഷ്യൻ സ്റ്റോറും ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ രാമൻ പിന്നെ ഫിഷും അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വേണ്ടി പോകണം. വീഴും അപ്പോൾ അങ്ങനെ ഗ്രോസറീസും പിന്നെ കുറച്ച് കേരള സ്നാക്സ് അതുപോലെ ഏഷ്യൻ സാധനങ്ങളും എല്ലാം കൂടി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇന്ന് ഭയങ്കര ഒരു തണുപ്പുള്ളൊരു ദിവസമായിരുന്നു കാലത്തൊക്കെ. ഇപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ട് അതിൻ്റെ ഒരു ചൂടുണ്ട്, പക്ഷെ എന്നാലും കാറ്റിനൊക്കെ തണുപ്പുണ്ട്. ദാറ്റ് മീൻസ് ഫോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരും. ചില മരങ്ങളുടെയൊക്കെ കളറൊക്കെ മാറി തുടങ്ങി. വാമിയ കാറി കയറാം. These are different kind of shapes. These are shapes? Okay, come let's get inside. പിള്ളേരെ കാർ സീറ്റിലൊക്കെ ഇരുത്തണം. നമ്മൾ എത്താറായല്ലേ, ഒരു 3-4 മിനിറ്റ്സിൽ എത്തും. ഞങ്ങൾ നൈൽസിലുള്ള മലബാർ ഫുഡ്സ് എന്ന് പറഞ്ഞ, മലബാർ ഫുഡ്സ് അല്ലേ കേറ്ററിംഗ് ആണ്, റോയൽ മലബാർ എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റോറിലാണ്, ഇന്ത്യൻ അല്ല മലയാളി കേരള സ്റ്റോറിലാണ് പോകുന്നത്. അവർക്ക് തന്നെ ഒരു കേറ്ററിംഗ് ബിസിനസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓണത്തിനൊക്കെ ആൾക്കാർ അസോസിയേഷനും പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അവിടെ നിന്ന് കേറ്റർ ചെയ്യാം. രണ്ടും അടുത്തടുത്താണ് എനിക്ക്. വാട്ട്സ് ഇതോ നോ മലയാളം. എത്തി. എനിക്ക് ചെറിയ ഒരു ലിസ്റ്റ് ഉണ്ട് കയ്യിൽ. മീൻ വാങ്ങണം, പിന്നെ മറ്റേ ഇൻസ്റ്റൻറ്റ് പായസം, സാമ്പാർ പൊടി, പുളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ എന്തെങ്കിലും പരിപ്പ് വട, ഉഴുന്നുവട, സ്നാക്സ് അതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ സ്ഥലം കാണിച്ചു തരാം കേട്ടോ, ഒരു സെക്കൻഡ്. ഇതാണ് അവരുടെ സ്റ്റോർ, മലബാർ ഫുഡ്സ്, ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കാറ്ററിംഗ്. ഇല്ല, 2 പേരും ഉണ്ടോ? 2 പേരും ഇല്ലേ കയ്യിൽ? പുട്ടുപൊടിയൊക്കെ വാങ്ങണം. എന്നാ അവർക്ക് ആഡിന് ആളെ കിട്ടണ്ട്. കരിപ്പെട്ടി വേണം. ഹായ്. ആണോ? ഹായ്. ഹായ്, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. അത് ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ ഇതുപോലെ മലയാളി സ്റ്റോറിൽ വരുമ്പോൾ ഇവിടെ വരാറുള്ളൂ. ആണ്. എന്താ ചേട്ടൻ്റെ പേര്? ടോബി. ഞാൻ ശാന്തി. ഒരു 40-45 മിനിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും സ്ഥിരം വരുന്നത് ആണല്ലേ. ഇത് പുതിയ ഓണറാണോ? ഇതിന് മുമ്പുള്ളവരൊക്കെ അറിയാം. കാരണം ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 9 വർഷമായി. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരുത്തരാണ്. ഞാൻ നമ്പർ വാങ്ങിച്ചാൽ What you guys doing? Playing? She said, don't bother Chechi, she's tired. ഇവിടെ പിന്നെ ഇതുപോലെ ബേബി ഗോട്ട്, പോർക്ക്, ബീഫ് അതുപോലെയുള്ള ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യുന്ന മീറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചട്ടി വേണമെങ്കിൽ ഇതേ ഇവിടെ സൈഡിൽ കണ്ടത് $20, $12 എന്നൊക്കെ ചട്ടി സൈഡിൽ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതേ ഉണ്ടോ ഇവിടെയൊക്കെ മൺചട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങാനായിട്ട്. അപ്പോൾ പണ്ടത്തെ പോലെ എല്ലാ നാട്ടിൽ നിന്ന് ചുമന്ന് വരണമെന്നൊന്നും നിർബന്ധമില്ല. നെക്സ്റ്റ് ഫിഷ് വാങ്ങാം, നമുക്ക് ഫിഷ് എടുക്കണം. ഒരുപാട് വെറൈറ്റി ഫിഷ് ഉണ്ട്. നമുക്ക് കരിമീൻ, അയല, ചാള, അയല, പൊറോട്ട വേണോ ഏട്ടാ? പൊറോട്ട ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഒന്ന് മതിയാ പൊറോട്ട? ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് സ്റ്റോപ്പ് ഈറ്റിംഗ്. കൊച്ചുള്ളി കാണാനില്ല. കൊച്ചുള്ളി ഇല്ലേ? Hey Sidhu, be careful. Don't hurt. Don't hurt. Sidhu, va. അതുകൊണ്ടാണ് ഞാൻ വന്നത്. യാ ഉപ്പേരിയൊക്കെ ഉണ്ടോ? ഏട്ടാ ഉപ്പേരി ആ സൈഡിലാണ്. റസ്ക് വേണോ? Let's take the small banana. സ്മോൾ ബനാന വേണ്ട സിദ്ധു, ബിഗ് ബനാന മതി. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം. ഇവിടെ ബീഫ് ഫ്രൈ, പോർക്ക് ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ സ്റ്റൂ, ബട്ടർ ചിക്കൻ, അതുപോലെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പഴംപൊരി എടുക്കാം അല്ലേ? ആ പഴംപൊരി എടുക്കാം. നോക്കട്ടെ ചിക്കൻ കറിയും ഏട്ടന് വേറെ സ്നാക്സ് വേണം? പോയതുകൊണ്ട് എനിക്ക് വലിയ സ്നാക്സ് വേണ്ട. തോന്നുന്നില്ല. കറി നോക്കട്ടെ. ബീഫ് ബീഫ് കറിയാണോ? വേണ്ട. ചിക്കൻ 555. ഇത് വെറൈറ്റി ആണല്ലോ. ഡ്രൈ ആണ്. ബട്ടർ ചിക്കൻ ചെട്ടിനാടാ? അത് കണ്ടിട്ട് കൊള്ളാം അല്ലേ? ഇത് കണ്ടിട്ട് നല്ല ഗ്രേവി കൊള്ളാം. ശരി. ആ വാഴയ്ക്ക. അപ്പോൾ വേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊച്ചുള്ളി കിട്ടിയില്ല. അത് ഏഷ്യൻ സ്റ്റോറിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നോക്കാം. പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. പുളി എടുത്തു. ഒരു കറി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലത്തേക്ക് ഇനി വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. ഇവിടെ വേറെ വെജ് കറീസും ഉണ്ട് കേട്ടോ. വെജ് വെറൈറ്റി, തോരൻ, എന്താ പപ്പായ തോരൻ, ബീൻസ് തോരൻ, കാബേജ് തോരൻ, പായസം, വേറെ സേമിയ പായസം ഉണ്ട്, പാലട പായസം ഉണ്ട്. അല്ല ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന സ്നാക്സാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, 5 പൊറോട്ട പോരെ? അത് തിരിച്ചു വെക്കാൻ പറ്റും അല്ലേട്ടാ? തിരിച്ച് ആംഗിൾ വെച്ചേ. അതെ, സമോസയും പഫ്സും ഒക്കെ ഉണ്ട്. ഇപ്പം വാങ്ങണില്ല. സാധാരണ ഞങ്ങൾ സ്ഥിരം വാങ്ങണ സാധനം.
കേരള സ്റ്റോറിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഏഷ്യൻ സ്റ്റോറിലോട്ട് പോവാം. പതുക്കെ ഇന്ന് മലയാളി സ്റ്റോറിൽ വന്നുകൊണ്ട് എൻ്റെ ഒരു ഫോളോവറിനെ കാണാൻ പറ്റി, പ്രിൻസി. പ്രിൻസിനെ പരിചയപ്പെട്ടു ഞങ്ങള്. ഏട്ടനാണല്ലേ ആദ്യം കണ്ടത്. എന്നെ കണ്ടേ എനിക്ക് തിരിച്ചപ്പോഴേ മനസ്സിലായി നിന്റെ ഫോളോവർ ആയിരിക്കും. എനിക്ക് ഈ കൊച്ചിനെ പരിചയമില്ലല്ലോ. അത് ശരിയാണ്. അപ്പൊ പിന്നെ എന്നെ ഒരാളെ നോക്കി ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് മനസ്സിലായി. ശാന്തിയുടെ ഫോളോവർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതന്നെ ഞാൻ ഞെട്ടിപ്പോ അവർ സെയിന്റ് ലൂയിസ് എന്നാ വന്നിരിക്കുന്നത്. ഇവിടെ ബേബി ഷവറിന് വേണ്ടി വന്നതാണ്. നിന്നെ കാണാൻ ഒരു നിമിത്തം അവർക്കുണ്ട്. എന്നെ സെയിന്റ് ലൂയിസ് എന്നെ കാണാൻ പറ്റി. അപ്പൊ ഇവിടുത്തെ പഴയ ഓണേഴ്സ് ഒക്കെ മാറി പുതിയ ഓണറാണ് ഞങ്ങളിപ്പോ ഇന്ന് പരിചയപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ. അവര് ഒരു പുതിയ സ്റ്റോർ, ടോബി എന്നാണ് പേര്. അവരുടെ പുതിയ സ്റ്റോർ ബെൻസൺവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്താണെങ്കിൽ പിന്നെ അവിടെ ഒരു പുതിയ കേരള സ്റ്റോർ വരുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഒരുപാട് വർഷം കൺസിസ്റ്റന്റ് ആണ്. ഫുഡ് ആയിരുന്നാലും എല്ലാം നല്ലതാണ്. അതെ, ഒരു ഇതല്ല ബ്രാഹ്മിൻസും ഡബിൾ ഹോഴ്സ് പോലത്തെ എല്ലാ ബ്രാൻഡ്സും അവർ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോ ഫിഷ് അവര് ഫ്രഷ് ആയിട്ട് വരുത്തുന്നതാണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഫ്രഷ് അല്ലേ? എന്നിട്ട് ടിക്കറ്റിന് തന്നെ 8 ലക്ഷം രൂപയാണ്. എന്റെ അമ്മേ, ഏത് മീനിന്റെ അങ്ങനെ കണ്ട പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത് തന്നെ കേറ്ററിംഗ് ഉള്ളതുകൊണ്ട് ഇത് ഫ്രഷ് അവിടെ ഉണ്ടാക്കുന്നു, ഇങ്ങോട്ട് അടുത്തോട്ട്. ഫ്രഷ് പൊറോട്ടയൊക്കെ നമുക്ക് അതോട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും ഫ്രോസൺ പൊറോട്ടയിൽ ഉണ്ടാക്കി കഴിക്കണത്. ഫ്രഷ് പൊറോട്ട, പിന്നെ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം കൂടി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് കഴിക്കാനുള്ളത് മാത്രം, ഡിന്നറിനുള്ളത് മാത്രം ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. നൈൽസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പറ്റിയ ഒരു രസം എനിക്ക്. ആ കുട്ടി വന്ന് എന്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ടാണ് ഇവർക്ക് തോന്നിയത് ലൈക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, വ്ളോഗ്സ് ഒക്കെ എടുക്കണം. അപ്പൊ വ്ളോഗ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കടയൊക്കെ നന്നായിട്ട് കാണിക്കട്ടെ പറഞ്ഞത്. സ്റ്റോറിലെത്തി കാണിച്ചു കൊടുക്കട്ടെ. സൂപ്പർ എച്ച് മാർട്ട്. വെറും എച്ച് മാർട്ട് അല്ല, സൂപ്പർ എച്ച് മാർട്ടാണ്. ബെറ്റർ ഫുഡ് ബെറ്റർ ലൈഫ്. ഇവിടെ സൂപ്പർ വാൾമാർട്ട്, സൂപ്പർ ടാർഗറ്റ്, സൂപ്പർ എച്ച് മാർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ ഒരു കടയായിരിക്കും. ഇപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ പറഞ്ഞാൽ കേൾക്കടാ. വാ മിയ വാ, നമ്മൾ സൂപ്പർ എച്ച് മാർട്ടിലോട്ട് കയറട്ടെ. എനിക്ക് ഏറ്റവും വരാൻ ഇഷ്ടമുള്ളൊരു കടയാണ്. ഒരുപാട് കൊറിയൻ ഐറ്റംസ് ഒക്കെ കിട്ടും, കൊറിയൻ ഏഷ്യൻ സ്റ്റഫൊക്കെ കിട്ടും, സ്നാക്സ്. ഇപ്പം ഈ കൊറിയൻ സീരിയലിൽ കാണുന്ന സ്നാക്സ് ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കുന്നത്. നമ്മുടെ ചക്കയൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് വലിയ പഴുത്ത ചക്ക നോക്കട്ടെ, നല്ല പഴുത്ത ചക്ക. ഞാൻ കണ്ടത് ചക്ക. അതെ, ഈ വാട്ടർമെലൺ എടുത്തോ, അത് കണ്ടിട്ട് കൊള്ളാം. ഇത് കമ്മിയ സിദ്ധു വീഴല്ലേ. അത് മതി, ചെറുത് മതി, അല്ലെങ്കിൽ ഭയങ്കര വിലയാണ്. ഇവിടുത്തെ ഏഷ്യൻ എന്തോ ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നു. ഇത് അവിടുത്തെ എന്തോ സ്വീറ്റ്സ്, മൂൺ കേക്ക്സ് ആണത്. ഓക്കെ മേ. ഇവിടെ വരുമ്പോൾ കുറേ ഇതുപോലത്തെ ഏഷ്യൻ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതേ റംബുട്ടാൻ, ചക്ക. എന്നാട്ടാ ശരിയാണല്ലോ. ഇത് റെഡ് പഴം, തായ് ബനാന, പപ്പായ. സ്റ്റേ വിത്ത് us സിദ്ധു. പല വെറൈറ്റി രാമൻസ് ആണ്. എനിക്കിത് ഇഷ്ടമാണ്. അമ്മയ്ക്ക് വാങ്ങണത്, അമ്മ അന്ന് കൊണ്ടുപോയത് ഇതല്ല, അത് ജിൻ. ഇത് തന്നെ ഇതിൻ്റെ മൈൽഡ്. അടുത്ത പ്രാവശ്യം നമുക്ക് പോകുമ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ട് പോവാം.
ഇത് നല്ല ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. ഒരു പാക്കറ്റ് ഈ നൂഡിൽസ് അമ്മ വാങ്ങിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ട് പോകാം. പിന്നെ ഇതുപോലെ സൂഷിയും കൊറിയൻ സൈഡ് ഡിഷസ് ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ. ഇവിടുത്തെ ഒരു റെഡ് ബീൻ എന്ന് പറഞ്ഞൊരു ഡെസേർട്ട്, നല്ല ഡെസേർട്ടല്ല, ഇതൊരു ബൺ, പക്ഷെ ബണ്ണിൻ്റെ അകത്ത് റെഡ് ബീൻ പേസ്റ്റും ക്രീമും ഒക്കെ ഉണ്ട്. ഇത് നല്ല രസമുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഫ്രഷ് ഫിഷ് വാങ്ങാറുണ്ട്, പക്ഷെ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പം എന്തോ പണി നടക്കണം. ഇവിടെ ഇങ്ങനെ ഫ്രഷ് ലൈവ് ക്രാബും ചെമ്മീനൊക്കെ കിട്ടും. ഇവരെടുക്കണം. ഏട്ടൻ ഫിഷ് എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. ഈ രണ്ടുപേര് രണ്ട് വഴിക്ക് ഓടണോണ്ട് തൽക്കാലം ഞാനിവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കും. അതില് കുറെ നൂഡിൽസ് ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കൂലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്ര നൂഡിൽസ് ആണ്. അല്ലെങ്കിൽ സീവീഡ് തപ്പി നടക്കണം. ഞാൻ കണ്ട് തന്നെ. ഞാനിങ്ങനെ സീവീഡും തപ്പി നടക്കുകയാണ്. ഇവിടെ ഇല്ല സീവീഡ്. ഇത് രാമൻ്റെ ഒക്കെ. ഓ ജെല്ലി, വാ സിദ്ധു വാ, ജെല്ലീസ്. ഇത് തരാന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ഇതാണ് കൊണ്ടുവന്നത്. വിച്ച് വൺ ഡു യു വാണ്ട്? ഐ വോണ്ട് ടു പിക്ക് എന്ന് പറഞ്ഞാൽ അവളെ തള്ളിയിടുകയാണ്. അതാണോ? ആ ശരി പോയി. Then if you put it in your car. There you go. TV വാങ്ങിച്ച ബക്കറ്റ് ഫ്രീയാ. ഇവിടെ ഉണ്ട്, നോക്കട്ടെ. ഇത് ഗ്രീൻ ടീ വെറുതെ അല്ലേ, ഇത് വേറെ എന്താ ഫ്ലേവറുള്ള സീവീഡാണ്. ഇതെന്താണെന്ന് നോക്കട്ടെ. എല്ലാം എന്തോ ഫ്ലേവർ ഗ്രീൻ ടീ ആണ്. വാ മിയ വാ, നമുക്ക് ഇവിടുന്ന് നല്ലത് നോക്കി ഇട്ടെടുക്കാം. വസാബി. ഇത് വീട്ടിൽ നല്ല, എനിക്കും മിയയ്ക്കും ഇഷ്ടമുള്ള ഫേവറേറ്റ് സ്നാക്കാണല്ലേ മിയ? ആ എന്ത് മക്കളെ? You got അമ്മോ, രണ്ടാളും കൂടി ഭയങ്കര ബഹളം. ഒന്നും നോക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിന് ലിസ്റ്റിലുണ്ടായിരുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങി. കണ്ട ഇവിടെ ഇങ്ങനെ ഒരുപാട് ഏഷ്യൻ കൊറിയൻ എന്ന് പറയാൻ പറ്റില്ല, ഏഷ്യൻ കടകളുണ്ട്. ഇപ്പോൾ അവിടെ ബുട്ടീക്കുണ്ട്, ഫേസ് ഷോപ്പ്, കോസ്മെറ്റിക്സിൻ്റെ കടയുണ്ട്, ആയുർവേദ പോലത്തെ അവരുടെ ഹെർബലിൻ്റെ ഒക്കെ ഒരു കടയുണ്ട്. ഇത് ഒരുപാട് ഏഷ്യൻസ് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, റെസ്റ്റോറൻറ്റ്സും ഫുഡും പിന്നെ അതുപോലെ അവരുടെ കോസ്മെറ്റിക്സും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കാലത്ത് നിന്ന് അലർജി മെഡിസിൻ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ കൈ ഫുള്ള് തടിച്ച് പൊന്തിയേക്കാണ്. ഞാൻ വീട്ടിൽ പോയിട്ടെടുക്കാം. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ കൂടുതൽ കാശ് കളയാണ്ടിരിക്കാൻ വേണ്ടി ആ ഏരിയയിലോട്ടേക്ക് പോകാറില്ല. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വന്നു. റാമിയ നീ ഉണ്ടോ ഇവിടെ? ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ തന്നെ ഏഷ്യൻസിൻ്റെ ഒരു സ്പാ സ്ഥലമുണ്ട്, ഹെയർ കട്ട് സലൂണുണ്ട്, ഡെൻ്റൽ ക്ലിനിക്കുണ്ട്. പക്ഷേ പേര് കേട്ടാൽ അറിയാം അതെല്ലാം ഏതൊക്കെയോ ഏഷ്യൻസ് തന്നെ നടത്തുന്നതാണ്. അവരുടെ ആൾക്കാരാണ്
ഒരുപാട് ഏഷ്യൻസ് ഇതുപോലെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആൾക്കാർക്കും വയസ്സായിട്ടുള്ളവർക്കൊന്നും ഇംഗ്ലീഷൊന്നും അറിഞ്ഞൂടാ. അവരങ്ങനെയുള്ളവരൊക്കെ അവരുടെ ലാംഗ്വേജ് തന്നെ സംസാരിക്കുന്നത്. അവർ കൂടുതലും ഇതുപോലെയുള്ള ഏരിയകളിലുള്ള കടകളിലായിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഏഷ്യൻസിനും ഇന്ത്യൻ കുക്കിങ്ങിനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേറെ കടകളിൽ കിട്ടാത്തതൊക്കെ ഇവിടെ വന്നൊക്കെ വാങ്ങും. അങ്ങനെ ഇനിയിപ്പോൾ അതേ സാധനങ്ങൾ എടുത്ത് വെച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. പഴംപൊരി എന്താക്കാണ്. എല്ലാവരും സെറ്റിലായാ? പോവാ നമുക്ക്. നല്ല വെയിലല്ലേ? അറിയുന്നതേ ഇപ്പം ഭയങ്കര വെയില്. വലിയ വേഴം പഴംപൊരിയൊക്കെ കഴിച്ച് ഇങ്ങനെ വീട്ടിലോട്ട് പോകുക. സാധാരണ നമ്മൾ ഒരാളിൽ അത്രയും തിരക്കുന്നുണ്ടായിരുന്നല്ലോ. ചക്ക കിട്ടി. ചക്ക ഹൈലൈറ്റ്. എനിക്ക് കണ്ടിട്ട് കൊള്ളാന്ന് തോന്നുന്നു. മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മള് ഒരു ഇടത്തരം ചക്കയാണല്ലോ വാങ്ങാറ്. ലൈക്ക് നാട്ടിലൊക്കെ ഇങ്ങനെ ഫുൾ ഒരു പഴുത്ത മഞ്ഞ കളറായിട്ടുള്ള ചക്ക വാങ്ങിച്ച് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിന് വെച്ച് പഴുത്താലാണോ അതിന്റെ ഗുണം, അല്ലെങ്കിൽ നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടാനാണോ? പെട്ടെന്ന് എടുക്കണ്ടേ? ഇനി കേടായി പോകും. ഇതൊരു ഫൈൻ ബാലൻസ് ആയിരിക്കും. ഇത് പഴുത്തിട്ട് അഴുകി പോകുന്നതും പെട്ടെന്ന് അഴുകി പോകും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ. ചക്ക നാളെ കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ശരി, ബൈ. ടാറ്റ പറഞ്ഞു. ബൈ. രാത്രി ഇതിന് ക്ഷണിക്കുന്നില്ലേ നീ? എന്തിനാണ്? മൂവി നൈറ്റിന് പൊറോട്ടയും ചിക്കനും കഴിക്കാനായിട്ട്. നമുക്ക് റീൽസ് ഇടാം. ശരി ശരി, ഓക്കെ. അപ്പൊ ശരി, ബൈ.